ഹായ്. നമുക്ക് ജസ്റ്റ് ഇന്നൊരു നെറ്റ്ഫ്ലിക്സിൻ്റെ ഏർണിങ്സ് റിപ്പോർട്ട് വരുന്ന സമയമാണ് 21st of October. നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ട് അതിൻ്റെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 50-day SMA ആണ്. 50-day SMAയും 200-day SMAയും രണ്ടും എബോവ് ദ രണ്ടിനും മുകളിലാണ് ഇപ്പം കറണ്ട് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. രണ്ടും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഷെയർസ് ബുള്ളിഷ് മൊമെൻറ്റമാണ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് RSI ന്യൂട്രലാണ്. RSI ന്യൂട്രൽ ആകുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഇനഫ് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് മുകളിലേക്ക് വേണമെങ്കിലും താഴേക്ക് വേണമെങ്കിലും പോകാം. ഏത് രീതിയിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. RSI അതിനെ സ്ട്രക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സെയിം അതിനെ ഒരു സാധൂകരിക്കുന്നതായിട്ടുള്ള ഒരു പോയിൻ്റാണ് അതിനകത്ത് ഇപ്പോൾ കാണുന്ന ക്യാൻഡിൽ. നമ്മൾ ഡോജിയാണ് കാണുന്നത്. ഇൻഡിസേഷൻ ക്യാൻഡിലാണ്. ഇൻഡിസേഷൻ ക്യാൻഡിൽ ഓഫ് കോഴ്സ് ആൾക്കാർ ഇപ്പോഴും സ്റ്റിൽ ഡിസൈഡ് ചെയ്തിട്ടുള്ള അത് നല്ല രീതിയിൽ ഇതിൻ്റെ ഏർണിങ്സ് റിപ്പോർട്ടിന് വരുന്ന അതിലെ പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് എങ്ങോട്ട് മൂവ് ആകണമെന്ന് നമ്മൾ ഉണ്ടാകാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ATR ഹൈ ആണ്. ATR ഹൈ ആകുന്നതുകൊണ്ട് തന്നെ ഒരു ഡെയിലി വോളറ്റാലിറ്റി നല്ല രീതിയിലുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ പൊസിഷൻ സൈസിങ്ങിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലോസ് വരാനും നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷേ പൊസിഷൻ സൈസിൽ കുറച്ച് കോഷ്യസ് ആയിരിക്കണം. നമുക്കിതിനകത്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പാർട്ട് വരുന്ന രീതിയിൽ പൊസിഷൻ എപ്പോഴും കോഷ്യസ് ആയിട്ട് തന്നെ എൻട്രി എടുക്കാൻ ശ്രദ്ധിക്കുക. MACDയും ഇതുപോലെ തന്നെ ബുള്ളിഷ് മൊമെൻറ്റം കൺഫേം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് നമ്മൾ കറണ്ട് പ്രൈസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റായിട്ട് ഇതിൻ്റെ ഓൾ ടൈം ഹൈ 52-week ഹൈ, ഓൾ ടൈം ഹൈ 52-week ഹൈ 1340 ആണ് ഇതിൻ്റെ 52-week ഹൈ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ടായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത് 1150 ആണ്. അത് 200-day SMA ആണ്, പോയിൻ്റാണ്. താങ്ക് യു.